ബ്രിട്ടനിൽ തീവ്ര വലതുപക്ഷ പാർട്ടിയായ റീഫോം യുകെയിലേക്ക് മറ്റു പാർട്ടികളിൽ നിന്നുമുള്ള പ്രവർത്തകരുടെയും നേതാക്കളുടെയും കൂറുമാറ്റം തുടരുന്നു. പൊതു തെരഞ്ഞെടുപ്പ് മുതൽ തുടങ്ങിയ പ്രവർത്തകരുടെയും നേതാക്കളുടെയും കുത്തൊഴുക്ക് മുന്നേറുകയാണ്. മുൻ മന്ത്രി റോബർട്ട് ജനറിക്കും മുൻ ചാൻസലർ നദീം സഹാവിയുമാണ് ഈ ലിസ്റ്റിലെ അവസാനത്തെ നേതാക്കൾ. ഇരുവരും കൺസർവേറ്റീവ് പാർട്ടിയിൽ നേതൃസ്ഥാനത്തേക്ക് വരെ മത്സരിച്ച രണ്ട് പ്രമുഖ നേതാക്കളാണ്. കൺസർവേറ്റീവ് പാർട്ടിയുടെ പ്രസക്തി നഷ്ടപ്പെട്ടെന്ന റീഫോം യുകെ നേതാവ് നൈജൽ ഫെരാജിന്റെ വാക്കുകൾ ശരിവെക്കുന്ന തരത്തിലാണ് ബ്രിട്ടനിലെ നിലവിലെ രാഷ്ട്രീയ സ്ഥിതി. ജനപിന്തുണ ഏറെയുണ്ടെങ്കിലും ഭരണപരിചയമുള്ള നേതാക്കളില്ല എന്നതായിരുന്നു റീഫോം യുകെക്കെതിരെ എതിർ പാർട്ടികൾ ഉയർത്തുന്ന പ്രധാന വിമർശനം. ഇത് വെറും ആൾക്കൂട്ടമാണെന്നും ഓൺലൈൻ മെമ്പർഷിപ്പിലൂടെ അംഗങ്ങളുടെ എണ്ണം ഉയർത്തിക്കാട്ടുകയാണ് അവർ ചെയ്യുന്നതെന്നുമായിരുന്നു വിമർശനം. എന്നാൽ മുൻ ചാൻസലറും മുൻ മന്ത്രിമാരും എംപിമാരുമെല്ലാം കൂടുമാറിയെത്തുന്നതോടെ ഭരണപരിചയമുള്ള നേതാക്കളില്ല എന്ന വിമർശനം അസ്ഥാനത്താകും. പാർട്ടിക്ക് ഭരണം കിട്ടിയാൽ മുൻപരിചയമുള്ള തങ്ങൾക്ക് മന്ത്രിസ്ഥാനവും മറ്റ് പ്രധാന പദവികളും ഉറപ്പാണെന്ന ബോധ്യത്തിലാണ് പല നേതാക്കളുടെ കൂറുമാറ്റം. ലേബർ പാർട്ടിയിൽ നിന്നും പ്രമുഖ നേതാക്കന്മാരാരും ഇനി റിഫോമിലേക്ക് മാറിയിട്ടില്ലെങ്കിലും പ്രവർത്തകരുടെ കൊഴിഞ്ഞുപോക്കുണ്ട്. അതിനെ മറികടക്കാൻ ലേബർ പാർട്ടിയിൽ നിന്നും ഒരു പ്രമുഖൻ ചൊവ്വാഴ്ച പാർട്ടിയിലേക്ക് വരുന്നുണ്ടെന്ന് നൈജൽ ഫെറാജ് കഴിഞ്ഞയാഴ്ച പ്രഖ്യാപിച്ചിരുന്നു. ഇത് ആരാണെന്നറിയാനുള്ള കാത്തിരിപ്പിലാണ് ബ്രിട്ടീഷ് രാഷ്ട്രീയം. ലേബർ പാർട്ടിയുടെ നികുതി വർധനയും കുടിയേറ്റ വിഷയത്തിലെ ചഞ്ചലമായ നിലപാടുകളും നിരവധി നേതാക്കളെയും പ്രവർത്തകരെയുമാണ് നിരാശരാക്കിയിട്ടുള്ളത്. ഇത് മുതലെടുത്ത് ഭരണകക്ഷിയായ ലേബറിലും കടന്നുകയറാനാണ് റീഫോം യുകെയുടെ ശ്രമങ്ങൾ. ഇതിനിടെ ലേബർ പാർട്ടിയിലെ നിരാശരായ പ്രവർത്തകരെ ആകർഷിക്കുവാൻ യുവാക്കൾക്ക് സൗജന്യ ബസ് യാത്ര പോലുള്ള ആകർഷകമായ വാഗ്ദാനങ്ങളുമായി ഗ്രീൻ പാർട്ടിയും രംഗത്തുണ്ട്. ഇന്റർനാഷണൽ ഡെസ്ക്, ഷിക്കേന ന്യൂസ്.